സമൂഹമാധ്യമങ്ങളിൽ കൂടി ഭീഷണിപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ KSU നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപാണ് പരാതി നൽകിയത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ അടക്കം 8 പേരാണ് പ്രതികൾ. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ KSU നേതാക്കൾക്കെതിരെ പരാതി നൽകുന്നത് ഏത് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭീഷണിയെ തുടർന്നാണ്? കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്ദീപിനെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ അടക്കമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ചില പോസ്റ്റുകൾ വന്നിരുന്നു. ചില ഭീഷണി സന്ദേശങ്ങളുമായിട്ടാണ് ആ പോസ്റ്റുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ സന്ദീപ് തന്നെ, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള സന്ദീപ് തന്നെ മെഡിക്കൽ കോളേജ് പോലീസിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി സിറ്റി സൈബർ പോലീസിന് കൈമാറുകയും സൈബർ പോലീസ് അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഈ സന്ദീപിന് മാനഹാനിയും ഭീഷണിയും ഉണ്ടാക്കുകയാണ് ലക്ഷ്യം എന്നുള്ള ഒരു കുറ്റം ചുമത്തിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് മുൻപ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ് പല പ്രൊഫൈലുകളിൽ നിന്നായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതായത് പല പ്രൊഫൈലുകൾ, അതായത് 8 പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് അരുൺ രാജേന്ദ്രൻ, മറ്റൊന്ന് ടോം കുര്യാക്കോസ്, യാസർ KP, സോണി പനംദാനം, അതായത് യൂത്ത് കോൺഗ്രസും KSU ഒക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ കോൺഗ്രസ് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ പോസ്റ്റുകളൊക്കെ വന്നിരുന്നത്. യൂത്ത് കോൺഗ്രസ് ബാറ്റിൽ എന്ന അടക്കമുള്ള ചില പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ അടക്കം 8 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപിനെ പൊതുസമൂഹത്തിന് മുൻപാകെ അധിക്ഷേപിക്കണമെന്നും ഭീഷണിപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടത് എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ആ പരാതിയെ ഗുരുതര സ്വഭാവത്തിൽ തന്നെ കാണാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുൻപ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സാറേ സുഖമാണല്ലോ അല്ലേ എന്നതടക്കമുള്ള ചില പരിഹാസ ചൊവ്വയോട് കൂടിയിട്ടൊക്കെയാണ് ആ പോസ്റ്റുകൾ വന്നിരുന്നത്. ആ കണക്കുകളൊക്കെ നമുക്ക് തീർക്കണ്ടേ, 22 ദിവസം കൂടെ കഴിഞ്ഞോട്ടെ എന്നുള്ളതായിരുന്നു 13-ാം തീയതി അരുൺ രാജേന്ദ്രൻ ഇട്ട പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. അതായത് UDF അധികാരത്തിൽ വരും, അന്ന് കണക്ക് തീർക്കാം എന്നുള്ള സ്വരത്തിൽ തന്നെയാണ് ആ പോസ്റ്റുകളൊക്കെ തന്നെയും വന്നിരുന്നത്. ഞങ്ങളെല്ലാം മറന്നു നിങ്ങൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്.